അസ്സലാമലൈക്കും. വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് കുറേ നാളിന് ശേഷം ആഫ്റ്റർ ഈദിന് ശേഷം റമളാനും ഈദിന് എല്ലാത്തിനും ശേഷം ഇന്ന് ജസ്റ്റ് ഒന്ന് ഔട്ടിങ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ ഇതുവരെ കൺഫേം ആയിട്ടില്ല. അപ്പോൾ അത് കൺഫേം ആയതിനു ശേഷം ഞാനിപ്പോൾ തന്നെ പറയുന്നതായിരിക്കും. നമ്മളെങ്ങോട്ട് പോകുന്നേ? അപ്പോൾ നമ്മൾ റാസൽ ഗെയിമിലോട്ട് പോകുന്നത്. ദുബായിൽ നിന്ന് റാസൽ ഗെയിമിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ ഒരാളെ പിക്ക് ചെയ്യാനുണ്ട്. പിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ റാസൽ ഗെയിമിലുള്ള പിങ്ക് സാൾട്ട് എന്താ അല്ല ഒന്നുകൂടി കൺഫേം ആയിട്ട് എന്തായിരുന്നു ഇവിടെയാണ് പിങ്ക് ലേക്കിലോട്ട് പോവുകയാണ്. പിങ്ക് ലേക്ക് ആരും കണ്ടിട്ടില്ലല്ലോ, ഞാനും കണ്ടിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഒരു വിശ്രമമാണ്. ഇത് കാണണ്ടോ നാട്ടിലത്തെ മറ്റേ എന്താ പറയുക പുളിമുട്ടായില്ല അതുപോലെ അതൊക്കെ ടേസ്റ്റാണ്. കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം അധികം എടുത്തിട്ട് കഴിച്ചോളാം. സ്മ്യൂള് പാടുന്ന സംഭവമില്ലേ, എൻ്റെ അങ്ങ് പൂർണ്ണമായിട്ട് മറന്നുപോയി സ്മ്യൂൾ തുടങ്ങിയിട്ട്. ആൾക്കാരെ കുത്തിക്കണം. ഫുഡിന് ശേഷം കുറച്ച് സ്വീറ്റ്സ് കഴിക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ ഇന്ന് സ്വീറ്റ്സ് ഞാൻ കഴിക്കില്ല. ഈയിടെയായിട്ട് ഞാൻ സ്വീറ്റ്സൊക്കെ കംപ്ലീറ്റ് കുറച്ച് ഫ്രൂട്ട്സിലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയത് ചെറിയാണ്. ചെറിയ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ചെറിയ കഴിക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരുപാട് ഗുണങ്ങളുണ്ട്. മെയിനായിട്ട് പറയാച്ചില്ല ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതായത് വെയിറ്റ് ലോസ് ചെയ്യും, നിറം വെക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. പിന്നെ നല്ല ന്യൂട്രീഷൻസ് ആണ്, ഡയറ്റിന് നല്ലതാണ്. പിന്നെ ഉറക്കം നന്നായിട്ട് കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. കഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള സുഖം ഉറക്കം കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. ഇതെല്ലാവരും ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഓൺ ദ വേ ആണ്. അപ്പോൾ പിന്നെ കുറച്ച് ഇഷ്ടമുള്ള പാട്ട് കേട്ടിട്ട് അങ്ങ് സ്മൂത്തായിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ലാറ്റ് ഞാൻ കണ്ടു അതുകൊണ്ട്. അപ്പോൾ സൂര്യാസ്തമിക്കാറായി. പിങ്ക് ഒക്കെ ബ്ലാക്ക് ആയിട്ടിരിക്കും നമ്മളിനി കാണുന്നത്. സാൾട്ട് പിങ്ക് ലേക്ക് ഓൺ ദ വേ.
സമയം എത്രയായി വാച്ച് നോക്കട്ടെ? 5:45, 6 മണിയാകുമ്പോൾ എത്തിച്ചേക്കണേ. പിങ്ക് ബ്ലാക്ക് ആവുന്നതിന് മുമ്പ് എത്തിച്ചേക്കണേ. ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് കഴിച്ചതുകൊണ്ടായിരിക്കണം കേട്ടോ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വേറെ ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് എടുത്തുന്ന സ്ഥലമായിരുന്നു. എന്നിരുന്നാലും ഉറക്കം വന്നുകൊണ്ട് കോഫി മേടിച്ചു. പിന്നെ കോഫി ഒരു അടിപൊളിയാട്ടോ ഉറക്കം കളയാൻ വേണ്ടി അതിൻ്റെ കഫീൻ കണ്ടൻറ്റ് നന്നായിട്ട് നമ്മുടെ ഉറക്കം കളയും. സോ ഞാൻ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ മലകൾ നോക്കിയിരിക്കുകയായിരുന്നു. ഈ മലകളെക്കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ഈ കാണുന്ന കണക്ക് തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മലകളുടെ മുകളിൽ മരങ്ങൾ കാണാൻ പറ്റും, ഒരു പ്രത്യേക ഒരു പച്ചപ്പ് കണ്ണിന് കുളിർമ കിട്ടുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് കാണുന്നത്. ഇങ്ങനത്തെ പ്രത്യേകതരം മലകളാണ് കേട്ടോ ഈ വഴിക്ക് ഫുള്ള് കാണാൻ കിട്ടുന്നത്. പ്രത്യേകിച്ച് അവിടെ വേറെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ മലകളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ഈ മലകൾ എങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കളർ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ച കളറിൽ പച്ചപ്പിലൊക്കെ പിടിച്ചിട്ട് ചെറിയ ചെറിയ രീതിക്ക് മരങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അങ്ങനെ ഒന്നും കാണാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്താ കളർ, ഇത് എന്താ സംഭവം ചോദിച്ചപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഇൻഫർമേഷൻസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാനും നിങ്ങൾക്കൊന്നും പറയുന്നില്ല കേട്ടോ. ഇത് സെയിം പാറ തന്നെയാണ്, പാറക്കല്ലാണ്. ഇത് പൊടിച്ചിട്ട് തന്നെയാണ് അവിടെയും കൺസ്ട്രക്ഷൻ വർക്ക് ഒരുപാട് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ഡാർക്ക് കളറൊന്നും അല്ല കേട്ടോ. ഇത് വന്നിട്ട് നല്ല വൈറ്റ് അല്ലെങ്കിൽ ഒരു റെഡിഷ് ഒരു ടൈപ്പും ഒരു ഓറഞ്ച് കളറൊക്കെയാണ് അതിൽ കാണുന്നത്. പക്ഷേ മെയിനായിട്ടുള്ള ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള തിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസെറ്റിൻ്റെ ടൈമിൽ അത് കാണാനുണ്ടല്ലോ ഭയങ്കര രസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് കളറിലോട്ട് മാറും കേട്ടോ ഈ മല കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റിഫ്ലക്ഷൻ ആണെന്ന് തോന്നുന്നു, കാരണം തിരിച്ച് വരുന്ന ആ ഒരു ടൈമിൽ അത് ഏകദേശം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു സൺസെറ്റിൻ്റെ ടൈമിൽ ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്ക് ആ കളർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഫുള്ള് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കലുണ്ടായിരുന്നു കേട്ടോ. പലതരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സൊക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു, കാരണം യാത്രയിൽ വഴക്ക് പറയാൻ എന്താ പറയുക അടിപൊളിയൊന്നും തീരെ വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ചുമ്മുണ്ടാണ്ടിരുന്നിട്ട് ഇങ്ങനെ കാഴ്ച കണ്ടു. അവസാനം നമ്മൾ പറഞ്ഞ ആ ഒരു പിങ്ക് ലേക്കിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇടയ്ക്കൊരു നിലവിൽ കേട്ടിട്ടുണ്ടായിരുന്നില്ല, അത് ശരിക്കും ഞാൻ വീണതാട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കോഫിയൊക്കെ തെറിച്ച് മേത്തായി ആകെ ഗുലുമാലായിട്ടുണ്ട്. അമ്മാതിരി വഴിയാണ് കേട്ടോ. ഒരു വഴി എന്ന് പറഞ്ഞിട്ട് വല്ലാത്തൊരു വഴിയാണ്. ഫസ്റ്റിലെ തന്നെ പോയി പെട്ടത് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെയാണ് പിങ്ക് ലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൊക്കേഷൻ നോക്കിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇതാ ഇവിടെ എന്ന് പറഞ്ഞിട്ട് നോക്കി, പക്ഷെ കണ്ടില്ല. പിന്നെ ഞങ്ങൾ തിരക്കിയുള്ള ഒരു പ്രയത്നമാണ് മുന്നോട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, നമ്മള് കടല് കാണാനല്ല വന്നത്. എന്നെ എന്തോ പിങ്ക് സാൾട്ട് കാണിക്കാൻ. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഇതൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം. അത് കടലിൽ നിന്ന് കുറേ മാറി പോയിട്ടൊക്കെയുള്ള ഒരു സ്ഥലമാണ്. എന്നെ പറ്റിക്കാൻ നോക്കണം. ഞാൻ എന്റെ യൂട്യൂബ് വ്ളോഗിലൊക്കെ എനിക്ക് കള്ളത്തരം പറഞ്ഞു ആൾക്കാർ വിചാരിക്കുന്നത്. എന്നെ നിങ്ങൾ പറ്റിച്ചാണെന്ന് അവർക്കറിയില്ലല്ലോ. ശരിക്കും ഞങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടിയിട്ട് ആ ലൊക്കേഷൻ നോക്കിയിട്ട് ഞങ്ങൾ എത്തിപ്പെട്ട സ്ഥലമാണ് കേട്ടോ. കറക്റ്റിന് പിങ്ക് സാൾട്ട് ലേക്ക് കാണിച്ചിട്ട് ഞങ്ങൾ എത്തിപ്പെട്ട സ്ഥലമാണിത്. ബീച്ചിലോട്ട് പോകുന്ന നേരെ ചൊവ്വയുള്ള വഴി നമ്മൾ ക്രോസ് ചെയ്തിട്ട് തെറ്റിച്ചിട്ട് വേറെ വഴി കൂടിയാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത്. ശരിക്കും ഇത് ബീച്ചിലോട്ട് പോകുന്ന വഴിയില്ല. ഇത് ചുമ്മാ ഇങ്ങനെ ആൾക്കാർ ഡെസേർട്ട് സഫാരി പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസേർട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലെയുള്ള കോപ്രായിങ് അത് കാണിക്കൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കൂടി കയറുന്നതാണ്. മെയിനായിട്ട് നമ്മൾ ബീച്ചിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻട്രൻസ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ കൂടെ പോകുമ്പോഴത്തേനും ഉള്ളൊരു വഴിയുണ്ട്. അവിടെയാണ് നമ്മൾ അങ്ങനെ കേട്ടോ നമ്മൾ ശരിക്കും പിങ്ക് സാൾട്ട് ലേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെയുള്ള വളഞ്ഞ വഴി കൂടെ പോവുകയാണ്. എന്തായാലും പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിൽ പരോക്ഷമായി ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ പോകുന്നേ. അങ്ങനെ നമ്മൾ പിങ്ക് സാൾട്ട് ലേക്കിലോട്ട് വരാൻ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ബീച്ച് സൈഡിൽ എത്തിയാണ്. ഇതാ കണ്ടോ, സൂര്യൻ ഇപ്പൊ അസ്തമിക്കാനായി. അതിനിടയിൽ വണ്ടികൾ ഇവിടെ മണ്ണിൽ കുഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളത് ഏകദേശം ആ അവസ്ഥയിലാണ് ഉള്ളത്. കണ്ടില്ല, ഡ്രൈവർ ഒന്നും ഇല്ല, ഞാൻ ഒട്ടിക്കാണ്. അപ്പോൾ വണ്ടി ആകെ പ്രശ്നത്തിലായിട്ടിരിക്കുകയാണ്. മിക്കവാറും പിങ്ക് പോയിട്ട് ബ്ലാക്കും കണ്ടിട്ട് വീട്ടിൽ പോകേണ്ട അവസ്ഥയാണെന്ന് തോന്നുന്നു. ഐ ആം സോ സാഡ്. ഭയങ്കര എക്സ്പെക്ടേഷനിലേക്കാണ് കേട്ടോ വന്നപ്പോഴത്തേക്ക് ഇതാ കണ്ടില്ലേ ആ വണ്ടി ഇപ്പൊ കാണിച്ച ആ പ്രാഡോന്റെ കാര്യം പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് അയ്യോ നമ്മുടെ വണ്ടി പ്രശ്നത്തിലാവും എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് കുഴിഞ്ഞിന്. അപ്പൊ എന്തായാലും ഇനി പിങ്ക് സാൾട്ട് ലേക്ക് ഇത് തപ്പി അങ്ങോട്ട് പോയില്ലെന്നോ അറിയത്തില്ല. ഇരുട്ടത്ത് ടോർച്ച് അടിച്ച് നോക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മുടെ വണ്ടിയുടെ സൗണ്ട് ഏറ് കളയുന്നേ.
ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് നോക്കാട്ടോ നമുക്ക് ഇന്ന് കാണാൻ പറ്റൂല എന്നുള്ളത്. ഞാൻ നിങ്ങളെയൊക്കെ പറ്റിച്ചു, എന്നെ ഇവര് പറ്റിച്ചു, ഞാൻ നിങ്ങളെ പറ്റിച്ചു. പുറത്ത് കാണുന്ന ഈ വണ്ടിയിൽ ഉള്ള ആൾക്കാർ എക്സ്പെഷ്യലി ഈ പുള്ളിക്കാരനാണ് കേട്ടോ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഫുള്ളും ഇവിടെ ഈ വഴിക്ക് വന്നിട്ടുള്ള എല്ലാ വണ്ടികളും ഇവിടെ നിൽക്കുകയാണ്, പതിയെ നിൽക്കുകയാണ്. അതിലും കുറച്ച് ഫാമിലി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിലുള്ള വണ്ടിക്ക്. നമ്മളും സെയിം. പക്ഷെ എന്താ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവെ ഈ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ളൊരു സംഭവമല്ല, ചിലർക്ക് മാത്രം അനുഗ്രഹിച്ചിട്ട് കിട്ടിയിട്ടുള്ള കേട്ടോ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പൊ 2 വണ്ടി മണ്ണിൽ കുഴിഞ്ഞപ്പോ തന്നെ എത്ര വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടെന്ന് അറിയാം. ഫുള്ള് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് കേട്ടോ. ഫുള്ള് അറബികൾ എല്ലാ ആൾക്കാരും ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് സൺസെറ്റ് കണ്ടിട്ട് പോവാം. ഇതാണ് നമ്മള് സൺസെറ്റ് കണ്ടിട്ട് പോവാൻ തോന്നുന്നു. സൺസെറ്റിലാണ് എന്ന് തോന്നുന്നൊരു ദിവസം ഇരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. പ്രതീക്ഷയൊക്കെ ഇങ്ങനെ താറുമാറായിട്ട് ഇങ്ങനെ കാറിലിരിക്കേണ്ട ഒരു ഗതികേട് അവസ്ഥയല്ല, ഗതികേട്. അപ്പൊ നമ്മളെ വണ്ടി ഇനിക്കൂലല്ലോ. ഓക്കെ, മന്ദം 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 മന്ദം. അങ്ങനെ നമ്മുടെ വണ്ടി മൂവിങ് മൂവിങ് മൂവിങ്. ഓക്കെ, നീ വഴി പോണ്ടാട്ടാ. ആയിരിക്കും ഇവിടെയൊന്ന് പറയാച്ച ഞങ്ങളിവിടെ വരായിരുന്നു എന്ന്. നമ്മള് ചോദിക്കുമ്പോഴേ എവിടെയാ സംഭവം, ഞങ്ങളിവിടെ വരാം, ബേക്കുന്ന തന്നെ വന്നോളാം. ഇവിടെ ബാർബിക്യൊക്കെ ഇവിടെ ഒന്ന് കഴിച്ചിട്ടൊക്കെ പോവല്ലേ. അങ്ങനെ ഇവിടെ ഈ ഫെസിലിറ്റിയും ഉണ്ടെന്നുള്ള മനസ്സിലായി. ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നല്ല കിടക്കാച്ചി ആംബിയൻസും കൂടെയാണ്. ഒന്ന് ആലോചിക്കുക, സൺസെറ്റും കണ്ട് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വന്നിട്ടുള്ള സ്ഥലം തെറ്റാണ്, ഇവിടെ അല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര തന്നെ ഓടിയിട്ട് നമുക്ക് ആ പിങ്ക് ലേക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ഓരോരുത്തരടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് എവിടെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഫൈനലി നമ്മുടെ ഈ മുത്തു മോനാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അത് ഇവിടെയല്ല, നിങ്ങൾ വന്ന വഴി തന്നെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ വീണ്ടും പ്ലിങ്ങിപ്പോയി നമ്മൾ. അപ്പോൾ എന്തായാലും വണ്ടി വീണ്ടും തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ പോവുകയാണ്. എന്തായാലും ഈ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കണ്ടുപിടിക്കുമായിരിക്കും. ഡ്രൈവിംഗ് സീറ്റിലല്ലേ പുറകിരിക്കുന്ന ഞങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞു കളിക്കും. അതാണ് അതാ ഞാൻ പറഞ്ഞു എനിക്ക് ബാക്കി ഇരിക്കാൻ ഇഷ്ടമല്ല എന്നുള്ള. ഈ കടലിന്റെ സൈഡിൽ ആരും പറഞ്ഞോട്ടെ ഇവിടെ അല്ലാട്ടോ ലേക്കുള്ള. ഉള്ളില്ല ഉള്ളില്ല. എനിക്ക് കിളിയൊന്നും പോയില്ല. നല്ലൊരു കോൺട്രാസ്റ്റ് കളറാണല്ലേ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കയറി ആദ്യം വന്നിട്ടുള്ള മൗണ്ടന്റെ മുകളില് ഇതോ കെട്ടിക്കിടക്കണ അഴുക്കുള്ള അത് പിങ്കിലേക്കാ. ഒരു ഇഞ്ചിട്ട് കാണിച്ചു. നമ്മളെ നാട്ടിൽ ഇതിനെങ്കാലും പിന്നെ പാർവതി പുത്തനറുമായിട്ട് കാണണം പച്ച. ഇറക്കണ്ട, എനിക്ക് ഇവിടെ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നേ. അല്ല, അപ്പൊ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് പെണ്ണ് വന്നിട്ട് നത്തിങ് സ്തേർ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കൊന്ന് നോക്കാട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് വിവരിച്ചു തരാം എന്താന്നുള്ളത്. ഇതാണ് ഇവിടുത്തെ പിങ്ക് ലേക്ക്. നിങ്ങൾ കണ്ടോളി, പിങ്ക് ലേക്ക്. പിങ്ക് മകളിൽ പിങ്ക് ഉണ്ട്, ഒരു പിങ്ക് ഷെയ്ഡ്. ഇതാണ് പിങ്ക്.
പിന്നൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ ഇല്ല കാണിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മണം അത് നമുക്ക് മാത്രമേ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. മണം കാണിക്കാൻ പറ്റില്ലല്ലോ. മണം വലിയൊരു സംഭവമാണ്. ആ മണത്തിന്റെ ആ മണം എന്താ കണ്ടില്ലേ? പിങ്ക്. ഞാനൊരു കാര്യം ചെയ്യാം, എഡിറ്റിംഗ് ആപ്പ് വെച്ചിട്ട് തമ്പനയിൽ നിന്റെ പുറകില് ഫുള്ളും പിങ്ക് ആക്കി കാണിക്കാം. അല്ല നമ്മള് പിന്നെയും കുഴപ്പമില്ല, വരുന്ന ഫാമിലിയൊക്കെ പ്ലിങ് ആയിട്ട് പോണം, പിങ്കിലേക്ക് വന്നിട്ട് പ്ലിങ് ആയിട്ട് പോണം. പക്ഷേ എന്തിനോടെ ഇത് കുറേ എന്തൊക്കെയോ പിങ്ക് ആയിട്ട് കാണുന്നുണ്ട്. ആരെ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കവർ, വേറെ ഒന്നുമില്ല. കാണുന്നുണ്ടോ? പിങ്ക് ആയിട്ട് തന്നെ കാണുന്നുണ്ടോ? എനിക്കെന്താ ആ മലേന്റെ ഒക്കെ ഉണ്ടല്ലോ, ആ കൗണ്ടർ അതിന്റെ ഒക്കെ ഒരു റിഫ്ലക്റ്റ് ആണ് ഇതിങ്ങനെ കാണിക്കുന്നത്. പക്ഷെ എന്നാലും ഉപ്പെങ്കിലും ഉണ്ടോ? നക്കി നോക്കട്ടെ. എടേ ഉപ്പെങ്കിലും ഉണ്ടോ? ആ ഉപ്പുണ്ട്, ഇച്ചിരി ഉപ്പുണ്ട് കേട്ടോ. ഉപ്പെങ്കിലും ഉണ്ട്. ഉപ്പ് എന്നാ കണ്ടില്ലെന്ന് പറയണ്ട, ഉപ്പ് വന്ന കാര്യത്തിൽ എന്തായാലും ഉപ്പെങ്കിലും കണ്ടിട്ട് പോവാം. അപ്പോ നമ്മൾ മാത്രമല്ല കേട്ടോ ഇവിടെ നാണം കെട്ടിട്ടുള്ളത്, ഇവിടെ വരുന്ന എല്ലാ ഫാമിലിയും അവർ ഉപ്പൊക്കെ എടുത്തിട്ടൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ എനിവേസ് എന്തൊക്കെയോ പിങ്ക് ആയിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട്, അതെന്താണെന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ വല്ല വേസ്റ്റ് ആണെന്നൊന്നും അറിയില്ല. ഞാൻ ആരും പറ്റിച്ചതല്ല കേട്ടോ, ഞാൻ തന്നെ സ്വയം പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. എനിവേസ് ഒരു കാര്യം കൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ആ മൗണ്ടെയിൻ പുറകിൽ കാണുന്നുണ്ടോ, അതിൻ്റെ റിഫ്ലക്റ്റ് ആണെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു കളർ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പിങ്ക് ലേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. റിഫ്ലക്റ്റായിട്ട് കാണിക്കുന്നതാവാം. ഇതിന് മുമ്പ് വന്നവർ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഇവിടെ കംപ്ലീറ്റും അഴുക്ക് വെള്ളം കെട്ടിക്കിടന്നിട്ട് സ്മെല്ല് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല. നമുക്കെല്ലാം കാണിക്കാൻ പറ്റും, പക്ഷെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫീൽ ചെയ്തിട്ട് ഇവിടെ നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. നമ്മളെന്തായാലും റാസൽ കൈമ വന്ന സ്ഥിതിക്ക് ആ റാസൽ കൈമയിലെ വലിയ വീട്ടിലോ എന്നെ കൊണ്ടോണില്ലേ, എന്നെ കൂടെ കൊണ്ടോ. അപ്പോൾ റാസൽ കൈമ ആ വലിയ വീട്ടിലെ ജബൽ ജയ്സിലൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. എനിവേസ് കണ്ടില്ലേ വെള്ളം കെട്ടിക്കിടക്കുന്ന. പക്ഷെ വലിയൊരു വീട്ടിൽ കോൾ ചെയ്ത് പോലും ഞാൻ പറഞ്ഞാണ്, ഞാൻ ബ്രദറിനെ വിളിച്ചോട്ട് ഞങ്ങൾ രണ്ടാളും പിങ്കിലേക്ക് പോവാണ്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ കണ്ടോന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എന്തായാലും വെറുതെ പറഞ്ഞു. അപ്പോൾ എനിവേസ് താങ്ക് യു ഫോർ വാച്ചിങ്. ജബൽ ജയ്സിൽ ഞങ്ങൾ പോയി കുറച്ച് കാറ്റ് കൊണ്ടിട്ട് വീട്ടിൽ പോട്ടെ. അപ്പോൾ എനിവേസ് താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും കീപ് സപ്പോർട്ടിങ്. വീഡിയോ കാണണം. ഇനിയുള്ള അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും എന്തായാലും മറക്കരുത് കേട്ടോ. ലവ് യു സോ മച്ച്. ബൈ ബൈ.